ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മൾ ഓഗസ്റ്റ് 2 ആയി. ഇന്ന് മുതൽ നമ്മൾ എല്ലാ തിങ്കളും വെള്ളിയും കാണുന്ന എപ്പിസോഡ് ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സ് ആയിരിക്കും. അപ്പോൾ ഓണത്തിന് നമുക്ക് എങ്ങനെ നമ്മുടെ ഡ്രസ്സ് ആയാലും ബ്ലൗസ് ആയാലും എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ള എപ്പിസോഡ്സ് ആയിരിക്കും ഇനി വരുന്ന ഈ മാസങ്ങളിൽ ഓണത്തിന് മുമ്പ് വരെ വരുന്ന എപ്പിസോഡ്സ് എല്ലാം. അപ്പോൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സ് ആണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഓണത്തിന് എങ്ങനെ അധികം കാശ് ചെലവില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഒരു പ്ലെയിൻ മെറ്റീരിയൽ മേടിച്ച് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മെറ്റീരിയൽ കാണാം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ മെറ്റീരിയലാണ്. ഇതാണ് മെറ്റീരിയൽ. അപ്പോൾ ഓണത്തിന് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിൻ്റെ അകത്ത് റാണി പിങ്ക് കോമ്പിനേഷനാണ്. ഡാർക്ക് ഗ്രീൻ ആൻഡ് റാണി പിങ്ക് കോമ്പിനേഷൻ, അത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം അതിൻ്റെ അകത്ത് നല്ല വൈഡ് നെക്കാണ്. ഇത് നെക്കിൻ്റെ നെക്ക് ലൈനിൽ ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴത്തോട്ട് നല്ല കുന്തൻസ് ആണ് വെച്ചിരിക്കുന്നത്. അത് നല്ല പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കുന്തൻസ്, നമ്മൾ പുറത്തോട്ട് നല്ലോണം പ്രൊജക്ഷനുള്ള കുന്തൻസ്, വെറുതെ ഒട്ടിക്കുന്ന കുന്തൻസ് അല്ല, നല്ല കുന്തൻസ് ആണ്. അപ്പം അതിൻ്റെ അകത്ത് ആ ഓരോ കുന്തൻസിൻ്റെയും ബോർഡറായിട്ട് ത്രെഡ് വർക്ക് ഉണ്ട്. അത് ബൂലിയൻ നോട്ടാണ് ചെയ്തിരിക്കുന്നത്. ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ചെസ്റ്റ് പോർഷൻ ഫുള്ളും ഇതുവരെ കുന്തൻസിൻ്റെ വർക്ക് ഉണ്ട്. ആ വർക്ക് ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ചെസ്റ്റിൽ തന്നെയായിട്ട് അറൗണ്ട് 40 കുന്തൻസ് ആണ് വെച്ചിരിക്കുന്നത് ഈ ഫ്രണ്ടിൽ. അതിൻ്റെ ഓരോ സ്പേസ് 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഓരോ കുന്തൻസ് വന്നിരിക്കുന്നത്. അങ്ങനെ ലൈൻസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ഇത് ഹംഗേറിയൻ ബ്രൈഡഡ് ചെയിൻ സ്റ്റിച്ച് ആണ് ഈ നെക്ക് ലൈൻ കൊടുത്തിരിക്കുന്നത്. അതാണ് കുറച്ച് എടുത്ത് നിൽക്കുന്നത്. നോർമൽ ചെയിൻ അല്ല, ചെയിൻ സ്റ്റിച്ച് അല്ല, ഹംഗേറിയൻ ബ്രൈഡഡ് ചെയിൻ സ്റ്റിച്ച് ആണ്. ഇവിടെ ഓരോന്നതും ബൂളിയൻ നോട്ടാണ് കുന്തൻസിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിരിക്കുന്നത്. അപ്പം മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ. അപ്പോൾ തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഒരു സിൽക്ക് എഫക്റ്റും ഉണ്ടാകും. നമ്മൾ ഓണത്തിന് നല്ല സാരിക്ക് ബ്ലൗസ് എടുക്കുന്നത് യൂഷ്വലി കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ ആ ഒരു സിൽക്കി എഫക്റ്റും കിട്ടുകയും ചെയ്യും. നല്ല ഓണത്തിന് തിളങ്ങി നിൽക്കാനും പറ്റിയ ഒരു മെറ്റീരിയലാണ്. നമ്മുടെ ബഡ്ജറ്റിലും വരുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് ഈ ഒരു ടോപ്പിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 മീറ്ററാണ്, 2.5 മീറ്റർ അല്ല, 3 മീറ്ററാണ്. അതുകൊണ്ട് സൈഡിലല്ല സ്ലീവ് കൊടുത്തിരിക്കുന്നത്. താഴെ മെറ്റീരിയലിൻ്റെ 2.5 മീറ്റർ കഴിഞ്ഞിട്ട് താഴത്തെ ബാക്കിത്തെ 1/2 മീറ്ററിലാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെയായിട്ട് സ്ലീവിന് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഇതുപോലെ കൈൻ്റെ ഇവിടെയായിട്ട് ഫ്രണ്ടിൽ വരുന്ന പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ബീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. 4 കുന്തൻസും വെച്ചിട്ടുണ്ട് കയ്യിൽ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിൽ വർക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇത് റെഡി ഫോർ സെയിലാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, ഓണത്തിന് നല്ല അടിപൊളി ചുരിദാറൊക്കെ തയ്ച്ചിടണം എന്നുണ്ടെങ്കിൽ അത് റെഡി ഫോർ സെയിലാണ്. ഒറ്റ പീസേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക ഉടനെ തന്നെ. ഇതിൻ്റെ റേറ്റ് 950 റുപ്പീസാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ഹംഗേറിയൻ ബ്രൈഡഡ് ചെയിൻ സ്റ്റിച്ച് ആണെങ്കിലും അതുപോലെ തന്നെ കുന്തൻസും ബൂളിയൻ നോട്ടും എല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളിത് ചുരിദാറിൻ്റെ സ്ലീവ് പോർഷനിലാണ് വരച്ചു വെച്ചിരിക്കുന്നത്. സ്ലീവിൻ്റെ പടിയായിട്ട് ഒരു ലൈനും അതിൻ്റെ മേളിൽ സ്റ്റോൺ വർക്ക് ചെയ്യാനായിട്ടാണ് ഈ സ്പോട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ലൈൻ ചെയ്യാം. ലൈൻ ഞാൻ ചെയ്യുന്നത് ഹംഗേറിയൻ ബ്രൈഡഡ് ചെയിൻ സ്റ്റിച്ചാണ്. അതിന് ഞാൻ യൂഷ്വലി 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാലാണ് കുറച്ച് നല്ല തെറിച്ച് എടുത്ത് നിൽക്കുകയുള്ളൂ. ഞാൻ ഒത്തിരി എടുത്ത് നിൽക്കേണ്ട എനിക്ക്, അതുകൊണ്ട് ഞാൻ 3 സ്ട്രാൻഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഓൾറെഡി ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളേഴ്സ് ആയതുകൊണ്ട് നല്ലോണം തെറിച്ച് നിന്നോളും. അതിൻ്റെ കൂടെ 6 സ്ട്രാൻഡ്സും കൂടി ഇടാണ്ട് ഞാൻ 3 സ്ട്രാൻഡ്സാണ് എടുക്കുന്നത്. അപ്പോൾ 3 സ്ട്രാൻഡ്സ് റാണി പിങ്ക് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടുന്ന് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ കുത്തിയെടുത്ത് ഒരു ലൈൻ വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതുപോലെ താത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ചെയിൻ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഈ എടുത്തിരിക്കുന്ന ലൈനിൻ്റെ താഴത്തേക്കൂടെ, ഈ സ്റ്റിച്ചിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ പാസ് ചെയ്യുക ഇതുവരെ. അപ്പോൾ നമുക്ക് ഒരു ചെയിനായി. നമ്മളവിടെ താത്തുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്ക്
എന്താണെന്ന് വെച്ചാൽ എന്തോരം ഡിസ്റ്റൻസ് വിടണമെന്ന് വെച്ചാൽ ഒത്തിരി ഡിസ്റ്റൻസ് വിട്ടാൽ ഭംഗി ഉണ്ടാവത്തില്ല. കുറച്ച് ഡിസ്റ്റൻസ് വിടുക. കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഈ ചെയിൻ്റെ താഴത്തേക്കൂടെ തന്നെ നമ്മൾ പാസ് ചെയ്യുകയാണ്. ഇത് മുഴുവനായിട്ട് നമ്മൾ വലിച്ചെടുക്കുന്നില്ല. ഇത്ര ആക്കി നിർത്തിയിട്ട് നമ്മൾ താത്തുകയാണ്. അത് താത്തിയിട്ട് ഇനി നമുക്ക് എവിടെയാണ് ചെയിൻ വേണ്ടേ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ പൊക്കുകയാണ്. നമ്മൾ മുഴുവൻ വലിച്ചിട്ടില്ല, വലിക്കണ്ട. ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇനി നമ്മൾ എടുക്കുമ്പോൾ ആദ്യം തയ്ച്ച ചെയിൻ സ്റ്റിച്ചിൻ്റെ താഴത്തേക്കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്ന ചെയിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പാസ് ചെയ്യണ്ട. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം എടുത്ത ഇത് വലിക്കരുത്. ഇതിപ്പോൾ ഈ രണ്ടാമത്തെ എടുത്ത ചെയിൻ വലിക്കരുത്. അല്ലാണ്ട് തന്നെ മൂന്നാമത്തെ ചെയിനിലുള്ള പൊസിഷൻ നമ്മൾ കുത്തിയെടുത്തിട്ട് ആദ്യം തയ്ച്ച ചെയിൻ്റെ മാത്രം താഴത്തേക്കൂടെ നീറ്റിൽ പാസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് വലിക്കല്ല എന്ന് പറഞ്ഞത്. നമുക്ക് എളുപ്പത്തിൽ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വലിക്കല്ല എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഈ ആദ്യം എടുത്ത തയ്ച്ച ചെയിൻ്റെ താഴത്തേക്കൂടെ മാത്രം നീഡിൽ പാസ് ചെയ്തുകൊണ്ട് വരിക ഇങ്ങനെ. എന്നിട്ട് ഈ നീഡിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ത്രെഡ് വലിക്കാം. ഇനി ഇങ്ങനെ വലിച്ചു. ഇതിങ്ങനെ വലിച്ചിട്ട് ഇനി വീണ്ടും നമ്മൾ നീഡിൽ പാസ് ചെയ്തെടുക്കുക. ഇതും നമ്മൾ ഫുള്ളായിട്ട് വലിക്കാൻ പാടില്ല. അവിടെ ഇങ്ങനെ ആദ്യം വെച്ചവരെ കുറച്ച് ലൂസായിട്ട് വെക്കുക, ലൂപ്പായിട്ട് വെക്കുക. ഇവിടെ താത്തുക. താത്തിയിട്ട് നമുക്ക് എവിടെയാണ് ഇനി ചെയിൻ വേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി ഡിസ്റ്റൻസ് വിടണ്ട. കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ കുത്തിപ്പൊക്കുക. പൊക്കിയിട്ട് വീണ്ടും ഈ ഒരു ചെയിൻ്റെ താഴത്തേക്കൂടെ പാസ് ചെയ്യാം. ഈ ചെയിൻ്റെ മാത്രം താഴത്തേക്കൂടെ പാസ് ചെയ്യാം. ഇങ്ങനെ പാസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ത്രെഡ് പിടിച്ച് വലിക്കുക. എന്നിട്ട് ഇത് വലിക്കുക. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇതും നമ്മൾ മുഴുവനായിട്ട് വലിക്കുന്നില്ല. ഇങ്ങനെ വയ്ക്കുന്നു, ഇവിടെ താത്തുന്നു. അടുത്തത് എവിടെയാണ് നമുക്ക് ചെയിൻ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കുത്തിപ്പൊക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന് മുമ്പ് തയ്ച്ച ചെയിൻ്റെ മാത്രം താഴത്തേക്കൂടെ നമ്മൾ നീഡിൽ വെച്ചിട്ട് ഈ ത്രെഡ് പിടിച്ച് വലിക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും വലിക്കുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇതിനാണ് ഹംഗേറിയൻ ബ്രെയ്ഡഡ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കനത്തിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കിട്ടും. കുറച്ചും കൂടെ കട്ടിയിലായിട്ട് ഇരിക്കും. വെറുതെ സാധാരണ നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നേക്കാളും കട്ടിയിൽ കിട്ടും. അപ്പോൾ ഇത് 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാൽ നല്ല ഭംഗിയായിട്ട് വരും. ഒത്തിരി തടിച്ചും നിൽക്കും. അപ്പോൾ അതിലും ഒത്തിരി തടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ 3 സ്ട്രാൻഡ്സിൽ തന്നെ ചെയ്തത്. 6 സ്ട്രാൻഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ 3യിലും കുറച്ചും കൂടെ താഴെ എന്ന് വെച്ചാൽ 2 സ്ട്രാൻഡ്സിലൊക്കെ ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ചെയിൻ്റെ വിടവിൽ ഒന്നും ഫില്ലാകത്തുണ്ടാവില്ല. ഇങ്ങനെ ഗ്യാപ്പ് കാണാൻ പറ്റും. അതുകൊണ്ട് 3യിലും താഴെ 2 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ക്കാൻ പോകണ്ട. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ലൈൻസ് ഫുള്ളും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളും തയ്ച്ചെടുക്കാം. സ്ലീവ്സിൻ്റെ 2 സ്ലീവിൻ്റെയും ഈ ബോർഡർ പടിഭാഗം നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഹംഗേറിയൻ ബ്രെയ്ഡഡ് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ബോർഡർ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോട്ട്സിലൊക്കെ കുന്തൻസ് ആണ് വെക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോൺസ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോൺസ് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇതുപോലത്തെ ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. പല ഷെയ്ഡ്സിലുള്ളതും ഉണ്ട്. വൈറ്റ് സ്റ്റോൺ ഉള്ളതുണ്ട്. അങ്ങനെ പല സ്റ്റോൺസ്, ഈ നടുക്ക് വെച്ചിരിക്കുന്ന സ്റ്റോൺസ് പലതായിട്ടുള്ളതും ഉണ്ട്, പല കളേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് കാണാം. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഹോളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ തയ്ച്ചു പിടിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഇതിങ്ങനെ വെച്ചിട്ട് തയ്ച്ചു പിടിക്കാനുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഒന്ന് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ നീഡിൽ വെച്ചിട്ട് ത്രെഡ് വെച്ച് നമ്മളൊന്ന് പിടിപ്പിക്കുകയും ചെയ്യും. രണ്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു പോയിൻറ്റ്സിൽ 4 പോയിൻറ്റ്സല്ലേ മാർക്ക് ചെയ്തത്, ഈ 4 പോയിൻറ്റ്സിൻ്റെ അകത്തും ഞാൻ ഈ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട്
നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടി കാണുവാണെങ്കിൽ ഇത് ഞാൻ കാണിച്ച അടി കണ്ടോ, അടി ഫുൾ ഹോളായിട്ടാണ് ഇരിക്കുന്നത്. ഈ ചുറ്റും ഡ്രോപ്പിൻ്റെ ഷേപ്പിലാണ് അതിൻ്റെ മെറ്റൽ വന്നിട്ടുള്ളത്. ആ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ മെറ്റൽ പോർഷനിൽ മാത്രമായിട്ട് നമുക്ക് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എവിടേക്കാണ് മാർക്ക് ചെയ്തേക്കുന്ന പോർഷനിലൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. ബാക്കി ഇതുപോലെ ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് കുന്തൻസ് ഒട്ടിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. 4 കുന്തൻസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ നമ്മൾ വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും, നമ്മൾ ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് ഉണക്കാൻ വെക്കാം. ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇത് ബാക്കിയുള്ള സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുന്തൻസ് എല്ലാം ഇവിടെ സ്റ്റിക്കായിട്ടുണ്ട് നല്ലോണം. ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് ഉടക്കി വെക്കുകയും ചെയ്യാം ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഊരിപ്പോന്നാലോ. അപ്പോൾ നമ്മൾ 6 strands ആങ്കർ ത്രെഡാണ് എടുത്തേക്കുന്നത്. ഈ സെയിം കളർ റാണി പിങ്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ പാസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പാസ് ചെയ്ത് അപ്പുറം ഒന്ന് താത്തുക. അതുപോലെ തന്നെ മേളിലും ഇതുപോലെ തന്നെ ഒരു ഹോളുണ്ട്, അവിടെ കൂടെ ഇതുപോലെ തന്നെ ഒന്ന് പാസ് ചെയ്ത് വെക്കുക. 6 strands എടുക്കണമെന്നൊന്നുമില്ല, 2 strands എടുത്താൽ മതി. ഇതിപ്പം 6 strands ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഫ്രഞ്ച് ബൂളിയൻ നോട്ടും കൂടെ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ 6 strands എടുത്തേക്കുന്നത്. സെയിം ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെ ബൂളിയൻ നോട്ട് ചെയ്യാൻ പോണത്. അപ്പം മെയിലും നമ്മൾ ഉടക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഫാബ്രിക് ഗ്ലൂ കൊണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സ്റ്റോൺ പോകുമെന്ന് നമ്മൾ പേടിക്കുകയേ വേണ്ട. ഇപ്പോൾ ഫാബ്രിക് ഗ്ലൂവും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തും ആണ് ഈ സ്റ്റോൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ഈ സ്റ്റോൺ പറഞ്ഞു പോകുമെന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇനി തൊട്ട് മേളിൽ തന്നെ ഈ കുന്തൻ്റെ തൊട്ട് മേളിൽ തന്നെ ഇതുപോലെ നമ്മൾ എടുക്കുകയാണ്. കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മൾ വീണ്ടും ആ പോയിന്റിലോട്ട് തന്നെ നമ്മൾ നീഡിൽ കുത്തിയെടുക്കുകയാണ്. ഇതുമാതിരി കുറച്ച് തുണിയേ എടുത്തിട്ടുള്ളൂ, ഇങ്ങനെ എടുത്തു. ഇനി നമുക്ക് ഈ കുന്തന് ചുറ്റുമാണ് ബൂളിയൻ നോട്ട് കറങ്ങി വരണം. അപ്പം നമുക്ക് എന്തോരം ടേൺസ് എടുക്കണം എന്ന് വെച്ചാൽ കുന്തൻ്റെ സൈസ് പോലെ ഇരിക്കും. അത് ആദ്യം തന്നെ നിങ്ങൾ ഒരു റഫ് തുണിയിൽ വല്ലോ അല്ലെങ്കിൽ ഒരു ഏകദേശം ഐഡിയ വെച്ച് നോക്കണം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 31 ടേൺസ് ആണ്. ഇതുവരെ നീഡിൽ 31 വട്ടമാണ് ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നീഡിൽ ചുറ്റാം. ഇപ്പം ഞാനിവിടെ 31 വട്ടം ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ, നമ്മൾ ഒത്തിരി ടൈറ്റ്ലി ചുറ്റരുത്, പയ്യെ ഊരിയെടുക്കണം. ഇത്രയും ടേൺസ് ഉള്ളതുകൊണ്ട് നീഡിലിൽ നിന്ന് ഊരി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പയ്യെ സൂക്ഷിച്ച് വേണം ഊരിയെടുക്കാനായിട്ട്. ഇങ്ങനെ പയ്യെ കൈകൊണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ 30 ടേൺസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഉണ്ടല്ലോ. അപ്പോൾ സൂചിയിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ എല്ലാം ഊരി പോന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വലിച്ചെടുക്കാം. ഇനി നമുക്ക് ടൈറ്റൻ ചെയ്യാം. നല്ലോണം ടൈറ്റൻ ചെയ്ത്, മുഴുവൻ ടൈറ്റൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ലൂപ്പിൻ്റെ സ്റ്റോണിന് ചുറ്റും ഇങ്ങനെ വെച്ചിട്ട് ബാക്കിത്തെ ടൈറ്റൻ ചെയ്യാം. ഇപ്പം നല്ലോണം ടൈറ്റൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പിടിപ്പിച്ച് വെക്കാം. ഇതിപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഷേപ്പിൽ വന്നിട്ടുണ്ട്, കുന്തൻ്റെ ചുറ്റുമായിട്ട് നല്ല പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തന്നെ താത്താം. ഇവിടെ ഒന്ന് ഉടക്കിയും വെക്കുക, അല്ലെങ്കിൽ ഇത് പൊങ്ങിപ്പോരും. അപ്പോൾ നമുക്ക് 2 സൈഡിൽ ഇവിടെയും ഒന്ന് ഉടക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ താഴെ മാത്രം ഉടക്കി വെച്ചാൽ മതി. പോരത്തില്ല. ഇവിടെ ഉടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ കൂടെ ഇവിടുന്നും പൊങ്ങി വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ മാത്രം ഒന്ന് ഉടക്കി വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി 3 കുന്തൻസിലും ബൂളിയൻ നോട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ എല്ലാ കുന്തൻസിനും ചുറ്റും ബൂളിയൻ നോട്ട് വെച്ചിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ആ സ്റ്റോണിൻ്റെ കളറും ത്രെഡിൻ്റെ കളറും നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഈ സ്ലീവ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.